എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്. കണ്ണാപ്പി ഞാൻ പറഞ്ഞ സാധനം വേണം എനിക്ക്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് സമാധാന സ്ഥലം ഇപ്പൊ സെമിത്തേരി. എങ്ങനെ ഇരിക്കുന്നേ ഇവിടെ? അങ്ങോട്ട് തിരിഞ്ഞിട്ട് ജയ 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 കണ്ണാപ്പി സ്റ്റൂളിനെ പണണം. കണ്ണാപ്പി നിങ്ങളല്ലേ ഞങ്ങള് പറയിക്കാം. ഞാൻ കണ്ണാപ്പി ചന്ദ്ര, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടാണ് പറയാനുള്ളത്. ബാൻ 14 വർഷമോ? എന്തിന് ബാൻ? ബാൻ 14 വർഷം എന്തിനാണ്? 14 days പബ്ജി. എന്ത് ബാൻ? അതെ അതെ. അല്ല എന്ത് നമ്മളെ വിട്ട് പിറ്റ് ചെയ്തു ആളെ അടിച്ചു, അതിനെന്ത് ബാൻ? ബാനൊന്നുമില്ല. സിറ്റിസൺ ഇല്ല. 14 ദിവസം പുറത്തിരുന്നാ മതി. ഞാൻ അതുകൊണ്ടല്ലാണ് വെട്ടിക്കൊല്ലാഞ്ഞത്. അണ്ണനാണ് പുഷ്പരാജ് എന്നൊക്കെ പറഞ്ഞു നേരെ തലപോണ കേസൊന്നും അല്ലല്ലോ കണ്ണാപ്പി. ഞാൻ മുള്ളേരി പുഷ്പരാജ് എന്ന് പറഞ്ഞ നേരെ ഇടട്ടാണ് മറ്റേ പാട്ട്. അണ്ണാ ചുമ്മാ ബാനൊന്നുമില്ല. അണ്ണാ ഇടട്ടെ പാട്ട്. ശ്രീവല്ലി കഴിച്ചല്ലോ. ഞാൻ കഴിച്ചു. ചന്ദ്ര എനിക്ക് സംസാരിക്കാനുണ്ട്. അണ്ണ പറ പാട്ട്. കണ്ണാപ്പി നിനക്ക് എന്താടാ? ഇതിലും നല്ല സെന്റി പാട്ട് ഏതുണ്ടെണ്ണ? നീ സെന്റി കൊണ്ടായിട്ടാണോ നീ ഓരോ ഡയലോഗ് പറയണേ? ആണോ? അണ്ണാ ഞാൻ എന്നാ ഗപ്പീനെ എടുത്തിട്ട് വരാവേ. ഇവനെയൊക്കെ എന്ത് ചെയ്യണം? എനിക്കൊരു കാര്യം പറയാനുണ്ട് ചന്ദ്ര കണ്ണാപ്പി, നിങ്ങൾ രണ്ടുപേരോട്. എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. എനിക്ക് സീരിയസ് ആയിട്ട് എടുക്കണേ ചന്ദ്ര, സീരിയസ് ആയിട്ട്. സോറി, ചാനല് മാറിപ്പോയിരുന്നു. സൗണ്ട് ഇല്ല. ചന്ദ്ര കണ്ണാപ്പി ചന്ദ്രനീയല്ല ഇന്ന് ഹെയ്ലി മേഡം എന്നെ ക്വസ്റ്റ്യൻ ചെയ്തടാ. നമ്മളെ ചെയ്തണ്ണ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേ ഹെയ്ലി മേഡം എന്നോട് പറയാന്നേ, കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പെണ്ണുങ്ങളെ പറ്റി ഒരു വിവരം ഇപ്പം ആർക്കും ഇല്ല. താരയുടെ PA ആയിട്ട് എടുത്തെങ്കിൽ താരയുടെ കോൺട്രാക്റ്റും ഡീറ്റെയിൽസും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നാളെ ആ കൊച്ചിന് എന്തേലും പറ്റിയ എന്ത് ചെയ്യുമെന്ന്. ഒന്നും ചെയ്യില്ല. അല്ല, എനിക്ക് എന്തേലും പറ്റിയ ഞാൻ എഴുതി വെച്ചേക്കും ഒരു ഡയറിയില്. എനിക്ക് എന്തേലും പറ്റിയ വാസുണ്ണൻ ഇതിന് ഉത്തരവാദി അല്ലാതെ വേറെ ആരെങ്കിലും ആണെന്ന് എഴുതിയോ? സത്യമല്ല. ഇപ്പം സിറ്റിയിലെ ഏത് പെണ്ണ് ചത്താലും അണ്ണ ഇപ്പൊ അണ്ണന്റെ പേരില് അണ്ണനാണ്. ഇവരെയൊക്കെ ഞാൻ എന്ത് കാര്യത്തോടാടാ കണ്ടത്? സത്യമല്ല. ഇവരെയൊക്കെ ജീവന് തുല്യം ഞാൻ സ്നേഹിച്ചതാ. എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു പെണ്ണുപിടിയനും ആളെ കൊല്ലിയും. ഇതിൽ കൂടുതൽ എന്ത് വേണം അണ്ണാ? പൈസ ഉണ്ട് ഒരു ഗുണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. പൈസ ഉണ്ട്. എല്ലാരും പറയണത് എന്റെ കൂടെ നടക്കുന്നവരുടെയൊക്കെ അവസ്ഥ ഇതാണെന്ന്. താരെ നിനക്കും നാളെ ഈ അവസ്ഥ വരുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരത്തില്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല താരെ, എനിക്കറിയണ്ട. പക്ഷെ എനിക്ക് അങ്ങനല്ല അണ്ണ. എനിക്ക് അണ്ണനെ ഒരുപാട് ഇഷ്ടം. അങ്ങനെ എങ്ങനെ എന്താ? അണ്ണൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനസ്സിനുടമയാണ് അണ്ണൻ. അണ്ണനെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാരണം? അണ്ണനെ എല്ലാവർക്കും ഇഷ്ടല്ലേ? എനിക്ക് അണ്ണനെ ഇങ്ങനെ കണ്ടിട്ട് സഹിക്കത്തില്ല, അറിയോ? എങ്ങനെ 10 കോടി കൊടുക്കും?
ജോലിന്ന് അണ്ണ പറഞ്ഞു പേടി വിടാനും നിക്കുന്ന പറ്റുന്നില്ല. കണ്ടിട്ട് കണ്ണാപ്പി മൂന്ന് തകർന്നു പോയി. മൂന്നോ തരാ. മൂന്നാണോ? മൂന്നാമത്തെ കൊച്ചാ ഇത്. ബാക്കിയുള്ള ആൾക്കാര് ഒരു ഇവിടെ പേശ ഓരോന്ന് പറയാം. പറയണത് കേട്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് വിഷമാവും താര. ഞാൻ കാരണം ഇനി താരയുടെ ജീവിതം കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒരു പെങ്കൊച്ചിന്റെയും കൂടെ ശാപം കിട്ടിയതായിട്ട് എനിക്ക് വയ്യ താര. അണ്ണ എനിക്കിപ്പോ അണ്ണനൊന്നും ജീവിതം ഒറ്റയ്ക്കൊന്നും എന്ന് അല്ലല്ലോ പറയാനൊന്നുമില്ല. അണ്ണനൊന്നും ഒറ്റയ്ക്കൊന്നും ഇല്ലല്ലോ, നമ്മളൊക്കെ ഇല്ല അണ്ണാ. അണ്ണ ഇങ്ങനെ വിഷമിക്കാതെ. ഓ ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ വാസുണ്ട് ഇപ്പൊ ഇതൊന്നും ഉൾക്കൊള്ളാം ആ ഒരു മാനസികാവസ്ഥയിലല്ല. നീ കുറച്ച് നാളത്തേക്കെങ്കിലും ഇപ്പൊ വാസുണ്ട ഈ കേസൊക്കെ കഴിഞ്ഞിട്ട് നീ ഒന്ന് മാറുന്നില്ലേ? അതായിരിക്കും നിനക്ക് നല്ലത്. നാളെ കൺമണിയെ പോലെ ആവോ താര? അത- ഏതോ അതാണ് കണ്ണാപ്പി. അതാണ് എനിക്ക് പേടി. സത്യല്ലേ, താര- നാളെ അണ്ണന് വേണ്ടിട്ട് കോടതിയിൽ മൊഴി കൊടുക്കാൻ വരുന്ന താരാ ഞാൻ പറഞ്ഞില്ലേ നമ്മള് പറഞ്ഞ ആ ഒരു കാര്യമില്ലേ, ആ പി എയുടെ കാര്യം. ആണോ? ആഹാ. തൽക്കാലം ആ പി എയുടെ പൊസിഷൻ വേണ്ട. കാരണം അത് കേൾക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ആൾക്കാര്, കൺമണിയെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആണ്. പി എ വേണ്ട. അണ്ണം പറയുന്ന എന്തോ പി എ വേണ്ടല്ല, പി എ ശരിയല്ല. PA ശരിയല്ല. നമുക്കിപ്പോ ഒന്നാ 2 ഫാക്ടറിനെ അടച്ചു കൂട്ടി കിടക്കണം. പി എ ശരിയല്ല, അത് വേണ്ട. അണ്ണാ ഞാൻ നോക്കിക്കോളട്ടെ, നോക്കട്ടെ. എന്ത്? അല്ല എവിടെ കാര്യം? ഞാൻ നോക്കിക്കോളാം. അല്ല അത് അണ്ണൻ നോക്കിക്കോളാം. നീ അലീനയുടെ കാര്യങ്ങൾ അതിന്റെ ശ്രദ്ധിച്ചാൽ മതി. സ്വന്തം- നീ അലീനയുടെ കാര്യങ്ങൾ സംസാരിച്ചാൽ അതിന്റെ സ്വന്തം കാര്യം നോക്കാൻ അല്ല സമയമില്ല. അല്ല അതല്ല അണ്ണന്റെ ബുദ്ധിമുട്ടാണ്. ഇല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ ഓക്കെ. എനിവേ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു ശ്രീവല്ലിയുടെ അടുത്ത്. ശ്രീവല്ലി ആ പേര് എവിടെ നിന്ന് വന്ന്? മുള്ളേരി പുഷ്പന് താരയുടെ അടുത്ത് എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ആ എല്ലാരും നമ്മൾ വിചാരിക്കണ പോലെ അല്ല താരെ. എല്ലാരും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പറയൂല. സത്യം. എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നാൽ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിനെ മാത്രം ഇങ്ങനെ വലുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ അതുവരെ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കണ്ട, നല്ലത് ചെയ്ത ആര് ചൂണ്ടിക്കാണിക്കാനാ? അതുവരെയുള്ള നല്ല കാര്യങ്ങളെല്ലാം എല്ലാരും മറക്കും താരെ. അങ്ങനെ മറന്ന് പുതിയ ആൾക്കാരൊക്കെ ജീവിതത്തിൽ വരുമ്പം പഴയത് സഹായിച്ച ആൾക്കാരും പഴയ കൂടെ നിന്ന ആൾക്കാരും ഒക്കെ പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയതിനെ പുച്ഛമാണ് എല്ലാവർക്കും. അതെന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ പഴയ ചെയ്ത സഹായങ്ങളൊക്കെ വെറും ഒന്നും അല്ലാന്ന് തോന്നും ഉറപ്പായിട്ടും. പുതിയതായിട്ട് സഹായിക്കാനും പുതിയതായിട്ട് കൂടെ വയ്ക്കാനും ഒക്കെ ആൾക്കാർ വരുമ്പം നമ്മൾ പഴയത് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും അല്ലെന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നിയ കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എനിക്കെതിരെ പറയുന്നത്. ഇവരൊക്കെ എങ്ങനെയാണെന്നുണ്ടോ ഇതിനു മുമ്പ് ഇവരത് ഇങ്ങനെ ആയി പോയത്? സത്യം. എന്തായാലും നിങ്ങളുടെ പറയണ്ടായിരുന്നു. ഓ താര പറ. സത്യം പറഞ്ഞാൽ അണ്ണന്റെ ജീവിതത്തിലുള്ള പെൺപിള്ളേരെല്ലാം അണ്ണനെ കോടതി വെച്ചിട്ടുള്ളല്ലേ? സത്യം. എന്റെ ജീവിതത്തിൽ ഏതൊക്കെ പെണ്ണ് വന്നിട്ടുണ്ടോ അവരെല്ലാം എന്നെ കോടതി കയറ്റിച്ചിട്ടുണ്ട്. അതല്ല ഒന്നാലോചിക്കണ താര, 2 വർഷം ആയിട്ടുള്ള മുമ്പേ ഉള്ള കമ്പനിയാണ് ഈ കൺമണി. അതിന്റെ കേസ് അണ്ണൻ ഇപ്പോഴും ആ ടെൻഷൻ അനുഭവിച്ചോണ്ടിരിക്കുക. അവരൊക്കെ ആയിട്ട് കമ്പനി അടിച്ചില്ല. സത്യം. ഇപ്പോഴാണ് കോടതി കയറിക്കൊണ്ടിരിക്കുക ദിവസവും. എനിക്കിപ്പോ എന്റെ അണ്ണനെ ഇങ്ങനെ കാണാൻ പറ്റൂല. എന്റെ അണ്ണനെ എവിടെയെങ്കിലും കൈ പിടിച്ചേൽപ്പിക്കണം. എനിക്ക് കാല് പിടിച്ചാണ് ഏൽപ്പിക്കുന്നത്. കൈ പിടിച്ചേൽപ്പിക്കണം എന്റെ അണ്ണനെ എവിടെയെങ്കിലും. ഓ എനിക്ക് പറ്റൂല. എന്തൊരു എന്റെ അണ്ണൻ ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ. ആരെന്നറിയോ? ഹലോ ഓ അണ്ണാ ഹലോ ആ പറ താര. ഒന്നിങ്ങോട്ട് വരൂ, എനിക്കൊരു കാര്യം ഒരു മിനിറ്റ് കണ്ണാപ്പി. ഓ അടാ ആ ദിവസം വന്നിട്ട് പറഞ്ഞു താര. അണ്ണൻ ഇപ്പോഴല്ലേ സിറ്റിയിലെത്തുന്നേ. നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു അണ്ണൻ ഇല്ലാത്ത സമയത്ത് ഇതേപോലെ കുറച്ച് ആൾക്കാർ എന്നെ കൊണ്ടുപോയി ഹെയ്ലി മാഡത്തിനോട് സംസാരിക്കാൻ വേണ്ടിട്ട് എന്നോട് കൊണ്ടുപോയി. ആര്? കുറച്ച് ആൾക്കാരെണ്ണ അത്. അപ്പൊ
അപ്പൊ വാസുണ്ണൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പെണ്ണുപിടിയനാണ്, വാസുണ്ണന്റെ കൂടെ ഏത് പെണ്ണു പോയാലും പിന്നെ ജീവനോടെ കാണത്തില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഹേലിമാടം കുറെ കുറ്റമൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞ ആയിട്ടൊന്നും നീ ജോലിക്ക് കയറണ്ട, നിനക്ക് ഞാൻ വേണേ വേറെ ജോലി സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്നറിയോ, എനിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാ അത് വാസുണ്ണന്റെ പേരിലാവില്ല, അത് വേറെ ആരുടെയും പേരിലുള്ളൂ. എനിക്ക് അത്ര വിശ്വാസം വാസുണ്ണനെ, നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ വിശ്വാസം പോവില്ല. അങ്ങനെയാ ഞാൻ പറഞ്ഞത്. താങ്ക് യു താര. ഞാൻ ഇനി ആരൊക്കെ എന്തൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ അണ്ണ തള്ളി പറയില്ലെന്ന്. ഐ റെസ്പെക്ട് യു എ ലോട്ട്. താങ്ക് യു താര, താങ്ക് യു. അണ്ണ വിഷമിക്കരുത്. ഇല്ല താര, ഒട്ടണ്ണ എല്ലാം ശരിയാവും. എല്ലാം ശരിയാക്കണം താര, എല്ലാം ശരിയാക്കണം. ഉം. വാ ആ. വാ കണ്ണാപ്പി, വാ എടാ പോണ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആ ഓക്കെ എവിടെ പോവാന്ന് ചോദിച്ചത്, എങ്ങോട്ട് പോവാൻ? വേണ്ട വേണ്ട, ഇല്ല. അണ്ണ ഫുള്ള് പറഞ്ഞു തീർന്നാ? ആ പറഞ്ഞു കാര്യം കഴിഞ്ഞല്ലോ. ഞാനേ ഇല്ല ഞാൻ അടിക്കത്തില്ല കണ്ണാപ്പി. ഞാൻ കഴിഞ്ഞ ദിവസം അടിച്ച് ഭയങ്കര ഓവറായി. താര, ഞാൻ നിന്റെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടാ. ഇല്ല അണ്ണ, എന്നോട് അണ്ണ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനും ഇന്ന് മുതൽ വെള്ളവാടിയും നിർത്തി, എല്ലാം നിർത്തി. ആദ്യമായിട്ടായിരുന്നു ഞാനും നിർത്തി. ഓഹ്, എനിക്ക് എന്തൊക്കെ സാധനം വന്ന് അടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ക്ഷമിക്കണ്ണ, ഞാൻ കാരണല്ലേ ഇത്രയും. കുഴപ്പമില്ല, ഞാൻ അടിക്കാറുണ്ട്.